ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. ഈ വാറ് തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഈ ലെബനൻ്റെ അവിടെ ഹിസ്ബുള്ളയായിട്ടുള്ള വാറും, ഇപ്പുറത്ത് ഹിസ്ബുള്ളയുടെ മറ്റൊരു വിങ്ങുണ്ട് സിറിയ, ആ വാറുമായിട്ട് ബന്ധപ്പെട്ടും വെസ്റ്റ് ബാങ്കിൽ. നിങ്ങൾക്കത് ഓർമ്മയുണ്ടെന്ന് വിധരിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഇതോടുകൂടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എക്സ്പാൻഡ് ചെയ്യും. ഇതൊരു വലിയ രാജ്യമാകും. ഇതൊരു പവർഫുൾ രാജ്യമായിട്ട്, അമേരിക്ക പോലെ പവർഫുൾ രാജ്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ മാറും. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഈ രാജ്യമായിരിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോകുന്നത്, ഇൻക്ലൂഡിങ് ഈ പറയുന്ന ജോർദാനാണെങ്കിലും ഈജിപ്തിനാണെങ്കിലും സൗദിക്കാണെങ്കിലും യു എക്കും. എങ്ങനെയായിരുന്നു അമേരിക്കൻ റോൾ, അമേരിക്കൻ ബേസും പരിപാടിയും? കാരണം ഇവരുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ത്രെട്ട് അതിന് ഇസ്രായേലായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ പല ആൾക്കാരും കമൻ്റ് ഇട്ട് കളിയാക്കി, അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞ എക്സ്പാൻഷൻ ഉണ്ടാകുകയാണ്. ഇസ്രായേൽ ഇപ്പോഴുള്ളതിൻ്റെ ഒരു 10-100 ഇരട്ടി വലിയ രാജ്യമായിട്ട് മാറും. അതിൻ്റെ സെറ്റിൽമെൻ്റ് പ്ലാനുകൾ അവിടുത്തെ പത്രങ്ങളിൽ ഞാൻ വായിച്ചു. ഇപ്പോൾ ഇൻ്റർനാഷണൽ പത്രങ്ങൾ അതിൻ്റെ കട്ടിങ് നിങ്ങളതിനെ എടുത്ത് നോക്കുക. ഇത് പൂർണ്ണമായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അതായത് തെക്കൻ ലെബനൻ പിടിച്ച ഭാഗം ഇസ്രായേൽ ഇനി തിരിച്ചു കൊടുക്കുന്നില്ല, അത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടി അവിടെ ഏകദേശം ആദ്യത്തെ സെറ്റിൽമെൻറ്റ് 1000 പേരെയാണ്. അപ്പോൾ അതിന് ലോകത്ത് പല ഭാഗത്തുള്ള ഇസ്രായേലികൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് അതിന് ബജറ്റ് കൊടുത്തു.